ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. നമ്മുടെ +2 കൊമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അതുപോലെ തന്നെ ഏറ്റവും പഠിക്കാൻ എളുപ്പമായ ഒരു ചാപ്റ്റർ ആണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത് അല്ലെ. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ കൺട്രോളിൽ പഠിച്ചാൽ മതി. ആകെ നമുക്ക് പഠിക്കാനുള്ളത് കൺട്രോളിന്റെ ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്, കൺട്രോളിന്റെ സ്റ്റെപ്സ്. ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൺട്രോൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയാൽ മതി. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം കൺട്രോളിങ് എന്താണെന്ന് പഠിക്കണം, കൺട്രോളിംഗ് ഫീച്ചേഴ്സ് പഠിക്കണം, ലിമിറ്റേഷൻസ് പഠിക്കണം, അതേപോലെ തന്നെ കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സ് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഓരോ കാര്യങ്ങൾ എടുത്തു പറയാം. ശ്രദ്ധിച്ചിരിക്കണോട്ടാ, എളുപ്പമാണ്. ശ്രദ്ധിച്ചിരുന്ന പെട്ടെന്ന് കിട്ടും. ഇതിന്റെ പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. പോയിന്റുകൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഡെഫിനിഷൻസ് നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ന് പറയുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ആദ്യം കൺട്രോളിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം അല്ലെ. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ കൺട്രോൾ, ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ, ഏറ്റവും കൂടുതൽ കൺട്രോളിംഗ് നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയൂ? അവിടുത്തെ കുറെ കാര്യങ്ങൾ അല്ലെ, എന്തായാലും അവിടുത്തെ ഇപ്പോ വേസ്റ്റേജ് ആയി പോകണ കുറെ പ്രൊഡക്റ്റ് ആയാലും ടൈം ആയാലും അതിനൊക്കെ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എടുക്കാൻ നമ്മൾ എന്താ കൺട്രോൾ എന്ന് പറയാം അല്ലെ. ഇപ്പോ മെയിൻ ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ കൺട്രോൾ നടത്തേണ്ട ഏറ്റവും വലിയ കാരണം അവിടുത്തെ ഓർഗനൈസേഷൻ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക? കൺട്രോളിങ് നടത്തുക അല്ലെ. ഇപ്പോ ഒരുപാട് സമയം വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ആ സമയം ആ ഒരു യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു ഓർഗനൈസേഷൻ ഗോളിൽ എത്തിക്കുക എന്ന് പറയുന്നതാണ് ഒരു കൺട്രോളിംഗ് ആണ്. നമുക്ക് എന്തായാലും ഡെഫിനിഷൻ നോക്കാം. Controlling is the process of evaluating and ensuring that an organization activities are carried out as a planned. അതായത് നമ്മ ഒരു കാര്യം മുന്നേ പ്ലാൻ ചെയ്തിടണം. ഓർക്കണ്ട, നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഓർക്കണ്ട. എന്തൊക്കെയാ? ഫസ്റ്റ് ആരാ? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. എന്തുകൊണ്ടാണ് ഈ അവസാനം ഈ കൺട്രോളിങ് വന്നത്? നമ്മുടെ പ്ലാനിങ് മുതലേ ആര് വരണം? കൺട്രോളിങ് ഉണ്ട്. പ്ലാനിങ് മുതലേ കൺട്രോളിങ് ഉണ്ട്. നമ്മ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യം നമ്മ ചെയ്യാന്ന് വിചാരിച്ചു അല്ലെ, പക്ഷെ നമ്മ അത് ചെയ്തു വരണില്ല. ഓർഗനൈസേഷനിൽ കടന്നു. ഓർഗനൈസേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. സ്റ്റാഫുകൾ എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡയറക്ടറിൽ വീണ്ടും കുറെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താ അവസാനത്തേക്ക് കൺട്രോളിങ്, ഇത്രയും പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു പോലെയാണോ അല്ലെങ്കിൽ നടന്നു പോകുന്നത് നോക്കുന്ന ഒരു പ്രോസസ് ആണെന്ന് പറയുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും കൺട്രോളിങ് എന്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്? ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കൺട്രോൾ എന്നുള്ള ഫംഗ്ഷൻ ഉള്ളത്. അപ്പോ ശ്രദ്ധിക്കുക, ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് മേക്കിംഗ് ഷുവർ ദാറ്റ് ദി ഓർഗനൈസേഷൻ റിസോഴ്സസ് ആർ യൂസ്ഡ് എഫിഷ്യന്റ്ലി ടു അച്ചീവ് ഇറ്റ്സ് ഗോൾ അല്ലെ. എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു, കൺട്രോളിംഗ് മെയിൻ ആയിട്ട് എന്താ? നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൺട്രോളിംഗ് എന്നുള്ള ഫംഗ്ഷൻ ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ മീനിങ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിന് ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. കൺട്രോളിങ്ങിന്റെ മീനിങ് 2 മാർക്കിന് ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിൽ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഇത്. എല്ലാ പ്രാവശ്യവും 5 മാർക്കിന് ചോദിക്കാറുണ്ട്. മെയിൻ എക്സാമിനായാലും മോഡൽ എക്സാമിനായാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് സ്റ്റെപ്സ്. ബിസിനസ്സിൽ ഈ ഒരു ബിസിനസ് സ്റ്റഡീസിൽ +2 ബിസിനസ് സ്റ്റഡീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് സ്റ്റെപ്സ്. നമ്മൾ കുറച്ച് സ്റ്റെപ്പ് മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്റ്റാഫിങ്ങിന്റെ സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട്, സെലക്ഷന്റെ പ്രോസസ് പഠിച്ചിട്ടുണ്ട്, സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ പ്ലാനിങ്ങിന്റെ പഠിച്ചിട്ടുണ്ട്. അവസാനത്തെയാണ് കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സ് കേട്ടോ. സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് സ്റ്റെപ്പായിട്ട് എങ്ങനെയാണോ പഠിച്ച് ഓർഡർ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ എഴുതണം. എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഒരെണ്ണം എഴുതിയില്ല, അടുത്ത മൂന്നാമത്തെ രണ്ടാമത്തെ ഒക്കെ എഴുതി, പക്ഷെ അവിടെ മാർക്ക് കിട്ടില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എങ്ങനെയാണോ ഓർഡർ ആയിട്ട് തന്നെ എഴുതാം. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ വായിക്കാം. സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് നോക്കാം. സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്താണ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. നോക്കാം. സ്റ്റാൻഡേർഡ്സ് ആർ ദി ക്രൈറ്റീരിയ അഗെയിൻസ്റ്റ് വിച്ച് ആക്ച്വൽ പെർഫോമൻസ് മെഷേർഡ്. നമ്മ ചെയ്യുന്ന വർക്ക് എന്താണോ അത് എന്ത് ചെയ്യും? നമ്മ മെഷർ ചെയ്യും. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്റെ സുപ്പീരിയർ എന്ത് ചെയ്യും? ആ വർക്കിനെ മെഷർ ചെയ്യും. ദെൻ ശ്രദ്ധിക്കുക, സ്റ്റാൻഡേർഡ്സ് ക്യാൻ ബി സെറ്റ് ഇൻ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടേംസ്. സ്റ്റാൻഡേർഡ്സ് 2 ടേമിൽ അളക്കാൻ പറ്റും. 1 ക്വാണ്ടിറ്റേറ്റീവും 2 ക്വാളിറ്റേറ്റീവും. അപ്പോ ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം നമ്മുടെ എന്താണോ പെർഫോമൻസ് അത് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നോക്കുക.
ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്സ് സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് കേട്ടോ. അപ്പോ രണ്ടാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ശ്രദ്ധിക്കണേ, മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. അപ്പോ കൺട്രോളിംഗിലെ അടുത്ത സ്റ്റെപ്പ് ആണെന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. ശ്രദ്ധിച്ചിരിക്കണം. The next step in the controlling process is measurement of actual performance. Okay. അപ്പോ അതില് പെർഫോമൻസ് ഷുഡ് ബി മെഷർ ഓൺ ദി ഒബ്ജക്റ്റീവ്. ഈ പെർഫോമൻസ് മെഷർ ചെയ്യണം എങ്ങനെ, എന്ത് ബേസിലാണ്? ഒബ്ജക്റ്റീവിന്റെ ബേസിലാണ് എന്ത് മെഷർ ചെയ്യുക? നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്യുക കേട്ടോ. അപ്പൊ ആദ്യത്തെ പോയിന്റ് സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, രണ്ടാമത്തത് മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. ആദ്യം നമ്മുടെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് അല്ലെ, സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് പെർഫോം ചെയ്ത് അല്ലെ. ആദ്യത്തെ നമ്മൾ മുൻ ചെയ്ത വർക്കോ ഇപ്പൊ ചെയ്തുകൊണ്ട് വർക്കോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പാണ് കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് അല്ലെ. ഇത് രണ്ടും നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ പോകും? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് കമ്പയർ ചെയ്യാണ്. ഏതൊക്കെയാ? ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യണം. നമുക്കൊന്ന് ഡെഫിനിഷൻ നോക്കാം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് comparing the actual performance with the standards. Such comparison reveals the deviation between the actual performance. Deviation എന്ന് പറഞ്ഞാൽ deviation എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കിന് എന്താ പറയാ? ഡീവിയേഷൻ എന്ന് പറയാം കേട്ടോ. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ആദ്യം നമ്മുടെ സ്റ്റാൻഡേർഡ്സ് എന്താണോ, ക്രൈറ്റീരിയ എന്താണോ അത് പെർഫോമൻസ് മെഷർ ചെയ്യും. ശേഷം അതിനെന്ത് ചെയ്യും? നമ്മ പെർഫോം ചെയ്യും അല്ലെ. നമ്മുടെ എന്താ പെർഫോമൻസ് മെഷർ ചെയ്യും. ശേഷം ഇത് തമ്മിൽ എന്ത് ചെയ്യും? കമ്പയർ ചെയ്ത് ഡീവിയേഷൻ കണ്ടുപിടിക്കും അല്ലെ. നാലാമത്തെ സ്റ്റെപ്പാണ് അനലൈസിങ് ദി ഡീവിയേഷൻ. ആ തെറ്റുകൾ എന്താണോ ആ തെറ്റുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. ശേഷം തെറ്റുകൾ കണ്ടുപിടിച്ചാൽ അതോടെ വെച്ചാൽ മതിയാ, പോരാ. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ അല്ലെ. അതിന് റെമഡിയൽ ആയിട്ടുള്ള ആക്ഷൻ എന്തായാലും എടുത്തിരിക്കണം കേട്ടോ. എന്താണോ തെറ്റ്, ആ തെറ്റ് വരുന്നത് അവിടെ എന്തായാലും മാറ്റിക്കൊണ്ടിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. 5 മാർക്കിനും 4 മാർക്കിനും കൺട്രോളിംഗ് പ്രോസസ്സ് ചോയ്സിലുള്ളതാണ് കേട്ടോ. അപ്പോ ആദ്യം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, എളുപ്പത്തിൽ വേഗം പഠിക്കാം. ആദ്യം സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ആദ്യത്തെ സ്റ്റെപ്പ് ഇട്ടാ സെറ്റ് ചെയ്തു. ഇനി എന്താന്ന് ആലോചിച്ച് നോക്കി, മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസ് എന്ത് ചെയ്യും? മെഷർ ചെയ്യും. രണ്ടെണ്ണം കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കമ്പയർ ചെയ്യും അല്ലെ. കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് അല്ലെ. അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കും? എന്ത് കണ്ടുപിടിക്കും? ഡീവിയേഷൻ കണ്ടുപിടിക്കും. അപ്പൊ അനലൈസ് ദി ഡീവിയേഷൻ കണ്ടുപിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടിയുള്ള ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ എടുക്കും അല്ലെ. ശരിയല്ലേ? അപ്പോ 5 സ്റ്റെപ്പ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ പഠിച്ചു നോക്കൂ. സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, ദെൻ കമ്പയറിംഗ് ദി ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. ഏറ്റവും നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്തെടുക്കും? അനലൈസ് ചെയ്യും. എന്ത്? ഡീവിയേഷൻ. അപ്പൊ നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? അനലൈസിംഗ് ദി ഡീവിയേഷൻ, ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് പോവാ. ശ്രദ്ധിച്ചിരിക്കണേ. ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ്. ചലഞ്ചസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. ഇതില് ഏറ്റവും കൂടുതൽ ഇത് പഠിക്കുക. ഫീച്ചേഴ്സ് ആദ്യം പറയാം കേട്ടോ. ഫീച്ചേഴ്സ് ആദ്യം പറയാം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ. ഫീച്ചേഴ്സ് ഗോൾ ഓറിയന്റഡ്. എന്താ ഗോൾ ഓറിയന്റഡ്? എന്താണ്? കൺട്രോളിംഗ് എയിം ചെയ്യണത് ആരെയാണ്? ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. ഏറ്റവും നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, കൺട്രോളിംഗ് എന്തിനാ എങ്ങനെ വരുന്ന? നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് കൺട്രോളിംഗ് എന്നുള്ളൊരു ഫംഗ്ഷൻ അല്ലെ. അപ്പൊ കൺട്രോളിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഗോൾ ഓറിയന്റഡ് ആണ്. നോക്കി, രണ്ടാമത്തത് ഫോർവേഡ് ലുക്കിംഗ് ആണ്. അതായത് നമുക്ക് കുറെ കാര്യങ്ങൾ കൺട്രോളിംഗ്, അതായത് അവിടെയൊക്കെ തെറ്റ് വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മുൻകൂട്ടി ചിന്തിക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പാണ് മെഷർമെന്റ് ബേസ്ഡ് അല്ലെ. എന്താണ്? കൺട്രോളിംഗ് എന്ത് ബേസ്ഡ് ആണ്? മെഷർ ചെയ്യാൻ പറ്റും കൺട്രോൾ നമുക്ക് കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആണ് ഫ്ലെക്സിബിൾ ആണ്. കൺട്രോൾ എന്ന് പറയുന്ന പ്രോസസ്സ് ഏറ്റവും കൂടുതൽ നോക്കിയേ, ക്യാൻ അഡാപ്റ്റ് ടു ചേഞ്ച് സർക്കംസ്റ്റൻസ് ആൻഡ് അൺഎക്സ്പെക്ടഡ് ചലഞ്ചസ്. പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക. കൺട്രോൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക കേട്ടോ. അപ്പോ ഇതാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിയാടാ. പിന്നെ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. അതുപോലെ തന്നെ നോക്കി, കൺട്രോളിംഗ് ഈസ് നോട്ട് വൺ ടൈം ഇവന്റ് ബട്ട് ആൻ ഓർഗനൈസേഷൻ പ്രോസസ് അല്ലെ. ഒരു വൺ ടൈം ഇവന്റ് അല്ല കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഒരു വൺ ടൈം ഇവന്റ് അല്ല, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നുണ്ടാവും. അവിടെ എന്തുണ്ടാവും? കൺട്രോളിംഗ് ഒരു ഫംഗ്ഷൻ ഉണ്ടാവും കേട്ടോ. ദെൻ ഇറ്റ് റിക്വയർ കോൺസ്റ്റന്റ് മോണിറ്ററിംഗ്, അനലൈസിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ടു എൻഷുർ
വിത്ത് ഗോൾ ആൻഡ് സക്സസ് അല്ലെ, നമ്മുടെ ഗോളിനെ സക്സസിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനാ മാറ്റണമെങ്കിൽ മാറ്റാം, അതിന്റെ രീതിക്ക് മോഡിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക, മോണിറ്ററിങ് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആര് ചെയ്യാൻ പറ്റും, കൺട്രോളിങ്ങിന് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അവസാനത്തെ ദി പ്രോസസ് ഷുഡ് ബി ഇന്റഗ്രേറ്റഡ് ഇൻ ടു ഓൾ അസെപ്റ്റ് ഓഫ് ദി ബിസിനസ് ഓപ്പറേഷൻസ് കേട്ടോ. അതായത് എല്ലാ ബിസിനസ് ഓപ്പറേഷനിലും നമുക്ക് ഒരു കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോണിറ്റർ ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ കൺട്രോളിങ്ങിൽ ചെയ്യേണ്ടത്. അപ്പൊ കൺട്രോളിങ് കണ്ടിന്യൂസ് പ്രോസസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നോക്കുക, ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് കൺട്രോൾ. ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് കൺട്രോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയേണ്ട മക്കളെ കേട്ടോ. അപ്പോ ആദ്യമാണ് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി. നമ്മുടെ എഫിഷ്യൻസി എന്താവും, ഇൻക്രീസ് ആവും, ഗ്രേറ്റർ ആവും. ഓക്കെ, ദെൻ റെഡ്യൂസ് കോസ്റ്റ്. കൺട്രോൾ എന്തെടുക്കാൻ പറ്റും, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ എൻഹാൻസ്ഡ് ക്വാളിറ്റി. ലാസ്റ്റ് ആണ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. നമ്മുടെ ഓർഗനൈസേഷൻ എന്താവും, നല്ല രീതിക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട സാരോട് കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സ് എന്തായാലും എല്ലാവരും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കാം. ഓർക്കേണ്ട എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി എടുത്ത് കാണിച്ചിട്ടാ, ശ്രദ്ധിച്ചിരുന്നോ, മറക്കരുത്. ഓക്കെ, നോക്കിയോ മക്കളെ, ആദ്യം സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, കമ്പയറിംഗ് ദി ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്, ദെൻ അനലൈസിംഗ് ദി ഡീവിയേഷൻ, ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി എടുക്കുക, ശ്രദ്ധിച്ചിരുന്ന് നോക്കാട്ടോ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഇത് മാത്രം. ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, അപ്പോ താങ്ക് യു.